ഞാൻ ലൈവ് വന്നിട്ടുള്ളത് മെഡിറ്റേഷൻ എന്താണ്, ധ്യാനം എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് അതൊരു ലെങ്ത്തുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഷോർട്സ് റീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഫോണിൽ കുറേ സ്റ്റോറേജ് വേണം അത് യൂട്യൂബിലൊക്കെ ചെയ്തിടണമെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു ലൈവായിട്ട് വന്നിട്ട് എല്ലാ ആളുകൾക്ക് പറഞ്ഞുതരാം. സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ സേവ് ചെയ്തിടാം, അപ്പോൾ ബാക്കിയുള്ളവർക്കും കാണാം. എനിക്ക് ലൈവ് വന്ന് പരിചയമൊന്നുമില്ല. കുറച്ചാളായിട്ട് ഞാൻ പറഞ്ഞുതരാം മെഡിറ്റേഷൻ എന്താണ്, ധ്യാനം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരെയും സംശയമാണ് മെഡിറ്റേഷൻ എന്താണ്, ധ്യാനം എന്താണ്. അത് പറയുമ്പോൾ നമ്മൾ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു തുടങ്ങാം. ഇതിൽ സേവ് ചെയ്തിടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ലൈവ് സേവ് ചെയ്തിടാം, അപ്പോൾ ബാക്കിയുള്ളവർക്കും കാണാമല്ലോ. മെഡിറ്റേഷൻ അല്ലെ ധ്യാനം എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ആ വേർഡൊക്കെ യൂസ് ചെയ്യുമ്പം അത് അനുഭവമാണ്. അത് പറഞ്ഞു തരിക, പഠിപ്പിച്ചു തരിക. ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ എത്തിച്ചേരുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് ഞാൻ ഇതിൽ വരുന്ന മെസ്സേജിന് റിപ്ലൈ ആയിട്ടല്ല, ഞാൻ മെഡിറ്റേഷൻ എന്താ, ധ്യാനം എന്താ എന്നുള്ളതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഈ ലൈക്കുന്ന മെസ്സേജിനൊക്കെ ഉത്തരം ഞാൻ പിന്നെ പറയാം. മെഡിറ്റേഷൻ എന്താ, ധ്യാനം എന്താന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മളെ ആദ്യം നമുക്ക് മനസ്സിലാവുന്നത് എവിടെയാണ്, നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മളെ ശരീരം റിലേറ്റ് ചെയ്ത് പറയുമ്പോഴാണ്. മനസ്സ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ധ്യാനിക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എന്താ പറയുക, സ്ട്രെസ്സ്, ടെൻഷൻ, മനസ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്, ഈ പറയുന്ന മെഡിറ്റേഷൻ, ധ്യാനം. അതിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതോ അതിനെയൊക്കെ സെർച്ച് ചെയ്ത് പോകുന്നത് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിൻ്റെ ലെവലിൽ. ആ ലെവലിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ശരീരത്തിൻ്റെ ലെവലിൽ മനസ്സിലാക്കണം. ശരീരത്തിനൊരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്യൂർ ചെയ്യുക ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു എക്സ്റ്റേണലി നമുക്കൊരു സ്കിൻ ഡിസീസ് വരികയെന്ന് പറയാം, ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡെപ്തിൽ മനസ്സിലാവും. നമ്മുടെ ശരീരത്തിന് സ്കിൻ ഡിസീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ക്യൂർ ചെയ്യുക. ആയുർവേദ പ്രകാരം എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ശരീരത്തിനെ തന്നെ ഒരു 7 ലെയറായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ടോക്സിനായിട്ടുള്ള കുറേ കാലത്തെ ശീലം കൊണ്ടോ ഒക്കെ നമ്മളൊരു ടോക്സിനായിട്ടുള്ള ഭക്ഷണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ടോക്സിനുള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ 7 ലെയറിൽ റിഫ്ലക്റ്റ് ആയിട്ട് അതിനെ ശരീരം എലിമിനേറ്റ് പുറത്തേക്ക് കളയുക, എൻ്റെ ശരീരത്തിൽ ദുഷിച്ച സംഭവമുണ്ട് അങ്ങനെയുള്ള രീതിയിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പം എന്ത് സംഭവിക്കും, നമുക്ക് ലക്ഷണങ്ങളായിട്ട് പുറത്തു വരുന്നതാണ് ഈ സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം എന്ത് സംഭവിക്കും, നമുക്ക് ഒരു ലക്ഷണം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിൽ ശരീരം ചെയ്യുന്നത് ഇത് റിവേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. ഈ 7 ലെയറിൽ നിന്ന് തിരിച്ച് ഈ ദോഷങ്ങളെയൊക്കെ വയറ്റി കൊണ്ടുവന്ന് എത്തിച്ചിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുക. എങ്ങനെയാണ്, പർഗേഷൻ ചെയ്യുക, വയറിളക്കി കളയുക, അല്ലെങ്കിൽ വമനം ചെയ്യിപ്പിക്കുക, പുറത്തേക്ക് എങ്ങനെയും അതിനെ പുറത്ത് കളഞ്ഞ് ശരീരശുദ്ധി വരുത്തി ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദം ചെയ്യുന്നത്. ഈ സെയിം തന്നെ നാച്ചുറോപ്പതി ചെയ്യുക. എങ്ങനെയാണ് നാച്ചുറോപ്പതി ചെയ്യുക എന്താ വെച്ചാൽ ശരീരത്തിന് തന്നെ ഹീലിംഗ് പവർ ഉണ്ട്, ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ശരീരം വെയിറ്റ് ചെയ്യിക്കുക, അതിനെ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അവിടെയാണ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് എഫക്റ്റീവ് ആവുന്നത്. ഇപ്പം നമുക്കൊരു രോഗം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ശരീരത്തിനെ റെസ്റ്റ് ചെയ്ത് ഹീൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ആദ്യം നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കും, നാച്ചുറോപ്പതിൻ്റെ രീതിയിലാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഡയറ്റിലേക്ക് പോകും, ജ്യൂസ് ആയിട്ടുള്ളത് കഴിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വാട്ടർ ഡയറ്റ്, അതിൽ നമ്മൾ ഈ പറയുന്ന കരിക്ക് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കും. അത് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ ശരീരത്തിന് ഈ നമ്മളെ ഫുഡിനെ ദഹിപ്പിക്കേണ്ട എനർജി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പം നമ്മളെ ശരീരത്തിന് റെസ്റ്റ് കിട്ടുകയും നമ്മളെ ഉള്ളിലുള്ളതിനെ ഹീൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ കുറേ നേരം നമ്മൾ ആ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ കരിക്ക് കുടിച്ച് ഫാസ്റ്റിംഗ് ചെയ്ത് ശരീരം തന്നെ ശരീരത്തിനുള്ള രോഗത്തിനെ ഹീൽ ചെയ്ത് നോർമൽ ആവുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നോർമലാക്കുക
എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വയറിളകി പോവും, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണത്തോടെ ചിലപ്പോൾ പനിച്ച് പുറത്തേക്ക് ദോഷങ്ങളെല്ലാം എലിമിനേറ്റ് ആയി പോവും. അങ്ങനെ ഓരോ രീതിയിലാണ് ഓരോരുത്തർക്ക് സംഭവിക്കുന്നത്. എന്നിട്ട് പിന്നെ പഴയ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ജ്യൂസ് കൊടുക്കും, പിന്നെ ഫ്രൂട്ട്സിലേക്ക് പോകും, നോർമൽ ഭക്ഷണത്തിലേക്ക് പോകും. അങ്ങനെ ശരീരശുദ്ധി വരുത്തുകയാണ് എന്തിൽ ചെയ്യുക, നാച്ചുറോപ്പതിയിൽ ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ മനസ്സിൻ്റെ ലെവലിലേക്ക് പോവുക. മനസ്സിൻ്റെ ലെവലിൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് ബ്രെയിൻ അല്ലേ. ഈ ബ്രെയിൻ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഒരു ക്ലിയർ സ്ലേറ്റ്, ഒരു കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ലേറ്റ് പോലെയാണ് നമ്മളെ മൈൻഡ് ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചുറ്റുപാടത്തുനിന്ന് നമ്മളൊരു കാര്യം ചെയ്യുക. കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ഈ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുന്ന പോലെ നമ്മൾ ആ കൊച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അനുഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പറയും നോ ചെയ്യരുത്, അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിൽ ഒരു നോട്ട് വരും. അയ്യോ അതെന്താ ചെയ്യാൻ പറ്റാത്തത്, ഞാൻ ചെയ്താൽ എന്താ കുഴപ്പം, കൺഫ്യൂഷൻസും അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും. ഇതുപോലെ നമ്മളെ ചുറ്റുപാട് നിന്ന് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അത് പലതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചിലർ നമ്മളെ അവരുടേതായ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കും. പാരൻറ്റിങ്ങിൽ വരുന്ന ഡിഫക്റ്റ് ആവാം, സൊസൈറ്റി തരുന്ന കുറേ റൂൾസിലും റെഗുലേഷൻസിലും ജീവിക്കുന്നത് കൊണ്ടുവരുന്ന ബ്രെയിനിൽ വരുന്ന കെട്ടുകളാവാം. ഈ ഓരോ നോയും ഓരോ റെസ്ട്രിക്ഷൻസും ഇതെല്ലാം നമ്മൾ ഈ ഫ്ലോ എന്ന് പറയില്ല, ഒരു കുട്ടി ക്ലിയർ സ്ലേറ്റ് പോലെയാണ് അതിൻ്റെ മൈൻഡ്. അതിലിങ്ങനെ നമ്മൾ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടീനെ നമ്മളിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ കുറേ കെട്ടുകൾ നമ്മളെ ബ്രെയിനിൽ വരും. ആ കെട്ടുകളിൽ നിന്നുകൊണ്ടാണ് പിന്നീട് നമ്മൾ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെട്ടിൻ്റെ വലുപ്പവും കുറേ കെട്ടുകളുടെ എണ്ണവും അതിൻ്റെ ഡെപ്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഡിറ്റേഷൻ, ധ്യാനം എന്നൊക്കെ പറയുന്നത് അവിടെയാണ് വർക്കാക്കേണ്ടത്. നമ്മൾ ഈ കെട്ടുകൾ അഴിച്ച് ബ്രെയിനിനെ റീവയർ ചെയ്ത് നോർമൽ അവസ്ഥയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോർമലായിട്ട് സാഹചര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനും ഡീൽ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഓരോ സാഹചര്യങ്ങളെയും ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യുന്നത് ഈ കെട്ടുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ ബ്രെയിന് ഈ അവസ്ഥയിൽ ഇരിക്കുമ്പം നമ്മൾ എന്തിനെ കാണുമ്പോഴും അല്ലെ എന്തിനെ ഫേസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ അനുഭവങ്ങളുടെ ഈ കെട്ടുകളുടെയൊക്കെ വലുപ്പം വെച്ചിട്ടാണ് ഇതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് തമ്മിലുള്ളൊരു റിയൽ അവസ്ഥയിലുള്ള ബ്രെയിനിൻ്റെ നോർമലൻസി വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഇതിനെയൊന്നും ഫേസ് ചെയ്യുന്നത്. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ സഫറിങ് ആയിട്ട് മാറുന്നത്. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കണം. മനോനിയന്ത്രണം വഴിയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെ ബ്രെയിനെ റീവയർ ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക് എത്തിച്ച് നമ്മൾ സാധാരണ ഒരാൾ കാണുന്ന അല്ലെങ്കിൽ ഒരു റിയൽ ആൾ എങ്ങനെ കാണണോ ആ രീതിയിൽ ജീവിതത്തെ കാണേണ്ടി വരിക. പക്ഷേ നമുക്ക് നമ്മളെ സാഹചര്യങ്ങളൊന്നും ഫേവർ ആയിരിക്കില്ല. ബ്രെയിന് ഇങ്ങനെ കെട്ടുകൂടി ഇരിക്കുന്നത് നമ്മൾ റീവയർ ചെയ്യണമെങ്കിൽ മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. ട്രെയിനിങ്ങിലൂടെ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മൈൻഡിനെ എത്തിക്കണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വേണം. അപ്പോൾ പണ്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടിപ്പോയി നിന്നിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ, ധ്യാനിക്കുകയും ബ്രെയിനിന് ട്രെയിനിങ് കൊടുത്ത് ആ പാകത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ നോർമൽ ലൈഫിൽ സാധാരണ ജീവിതം ജീവിക്കുന്ന നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിയില്ലേ, ഫിസിക്കൽ ബോഡീനെ യൂസ് ചെയ്തിട്ട് മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഈ ബ്രെയിനിനെ റീവയർ ചെയ്തെടുക്കുക. അതിന് നമ്മളെ കയ്യിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് നമ്മളെ ശരീരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ശരീരം കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ പ്രാണനിലൂടെയാണ്. ഈ നോസ്ട്രൽ ഓപ്പണിംഗ് വരുന്നത് നമ്മളെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ബ്രെയിനിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ കണക്ഷൻ വരുന്നത് ശ്വാസത്തിലൂടെ മാത്രമാണ്. അപ്പോൾ ശ്വസനക്രിയ വഴി നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ബ്രെയിനിനെ റീവയർ ചെയ്തെടുക്കാൻ പറ്റും. ഈ കെട്ടുകളുടെ ആഴം, കെട്ടുകളുടെ എണ്ണം, നമ്മൾ കിട്ടിയ അനുഭവങ്ങളാണ് ഈ കെട്ടുകളെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വലിപ്പച്ചെറുപ്പത്തിനനുസരിച്ചാണ് ഓരോ ആളുടെ ജീവിതത്തിലും ഈ പറയുന്നത് റീവയർ ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക് ബ്രെയിൻ എത്തുള്ളൂ. അപ്പം നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് പ്രാണക്രിയയൊക്കെ ചെയ്ത് നോർമലാക്കി എടുക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത്രയും ഈസി ആയിട്ട് നമുക്ക് ഇത് റീവയർ ചെയ്ത് നോർമൽ അവസ്ഥയിൽ ബ്രെയിനിനെ എത്തിച്ച് നമുക്ക് സാഹചര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനും കാണാനും അനുഭവിക്കാനും നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരും.
അതിന് നമ്മൾ ഈ ശ്വസനക്രിയ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സാധാരണ ജീവിതം ജീവിക്കുന്ന നമ്മളെ കൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യം. അതിലൂടെ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലയോ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് മനോനിയന്ത്രണം വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സിറ്റുവേഷൻസ് ഒന്നും ഒരിക്കലും ഫേവർ ആവില്ല. നമ്മളെ ഡിസ്ട്രാക്ഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് നമുക്ക് മനോനിയന്ത്രണം വഴി നമുക്ക് റീവയർ ചെയ്ത് ബ്രെയിനിനെ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ക്രിയ ചെയ്ത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ബ്രെയിനെ റീവയർ ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കുക. അപ്പം നമുക്ക് നമ്മളെന്താണ്, ഞാൻ ആരാണ്, എനിക്കെന്താണ് വേണ്ടത്, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു 100% പ്രശ്നങ്ങളുടെയും കിടക്കുന്ന എവിടെയാണ്, നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ള ഈ കെട്ടുകളാണ്. ആ കെട്ടുകൾ അഴിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ദൈവത്തിനെ അന്വേഷിക്കും, പുറമെ ആളുകളെ അന്വേഷിക്കും, ചുറ്റുപാട് എന്ന സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, നമ്മളെ ബ്രെയിനിൽ ഇത്രയും കെട്ടുകൾ വന്ന് നമ്മളെ ഉള്ളിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ സോൾവ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ആരടുത്തൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും ഇതിന് സൊല്യൂഷൻ കിട്ടില്ല. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ശ്വസനക്രിയയൊക്കെ ചെയ്ത്, അല്ലെ അത്രയും നമുക്ക് മനോബലം വേണം, മനോനിയന്ത്രണം വേണം. അതൊക്കെ കൊണ്ടുവന്ന് അത്രയും സ്ട്രിക്റ്റായിട്ട് ഹിമാലയത്തിൽ പോയി ചെയ്യുന്നതും കാട്ടിൽ പോയി ചെയ്യുന്ന ധ്യാനവും മെഡിറ്റേഷനും ഒക്കെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താ, ബ്രെയിനിനെ റിവയർ ചെയ്യാൻ വേണ്ടി ശ്വസനക്രിയയൊക്കെ ചെയ്ത് നമ്മളെ ബ്രെയിനിനെ റിവയർ ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ നോർമൽ അവസ്ഥയിൽ എത്തുമ്പോൾ അടുത്ത ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ പറയുന്ന കണക്ഷൻ വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ശരീരത്തിൻ്റെ നിഴൽ എപ്പോഴാണ് കാണുക? നമുക്കൊരു ലൈറ്റ് അടിക്കുമ്പോഴല്ലേ, വെളിച്ചം ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ നമുക്ക് നിഴൽ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബ്രെയിൻ റീവയർ ചെയ്ത് അവിടെ ഒരു പ്രകാശം വരുമ്പോഴാണ് നമ്മൾ സോൾ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക്, ആത്മാവ്, സോൾ എന്നൊക്കെ പറയുന്ന ഒരു അവയർനെസ്സിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. ആ ഒരു തലം എന്ന് പറയുന്നത് ആ തലത്തിലേക്ക് എത്തുക ചെയ്യുന്നത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക, അങ്ങനെ നമ്മൾ പറയില്ലേ, മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനം ചെയ്യുക, ഇതൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താനുള്ള വഴികളാണ്, അല്ലാതെ അതല്ല. അപ്പോൾ ആ വഴി അതെന്താന്ന് പറഞ്ഞു തരണമെങ്കിൽ അതൊരു അനുഭവമാണ്. അപ്പോൾ അത് ഒരാൾക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റേജിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ റീവയർ ചെയ്ത് ബ്രെയിൻ നോർമൽ അവസ്ഥയിൽ എത്തുമ്പം നമ്മൾ കാണുന്ന ഒരു നിഴലാണ് ഈ സോൾ എന്ന് പറയുന്നത്. അത്രയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് നമ്മൾ എന്താ ചിന്തിക്കുക എന്നറിയോ, നമ്മൾ ഇത്ര നാൾ ധരിച്ചിരുന്ന, നമ്മളെന്ന് ചിന്തിച്ചിരുന്നത് മൊത്തം നമ്മളെ വസ്ത്രമാണ്, നമ്മളെ ശരീരം എന്ന് പറയുന്നത് സോളാന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തും. അയ്യോ, നമ്മൾ ഇത്ര നാൾ വിശ്വസിച്ചിരുന്ന നമ്മളെ ശരീരം തന്നെ വെറും വസ്ത്രമാണ്, അത് നമുക്ക് ഏത് സമയവും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയുക, നമ്മൾ എക്സ്റ്റേണലി ആ ഒരു ഇതിൽ മാത്രമാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇൻറ്റേർണലി പോകുമ്പോൾ നമ്മൾ ആ സോൾ എന്താണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും. ആ എത്തുമ്പോഴാണ് ധ്യാനം ഹാപ്പൻ ചെയ്യുന്നത്. ക്ഷേത്രജ്ഞൻ എന്നുള്ള തലത്തിലാണ് പറയുക. ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളെ ശരീരവും ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് നമ്മളെ സോളുമാണ്. ആ ഒരു തിരിച്ചറിവിലെത്തുക എന്ന് പറയുന്നിടത്താണ് എന്ത് വരുന്നത്, ധ്യാനം. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഈ റീവയർ ചെയ്തെത്തുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവമാണ് ധ്യാനം എന്ന് പറയുന്നത്. ആ സമയത്താണ് നമുക്ക് നമ്മളാരാ, എന്താ, നമ്മളെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും കിട്ടുന്നത്. ആ ഒരു സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് എത്തുന്നത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് എത്തുമ്പോഴാണ്. നമ്മൾ സാധാരണക്കാരായതുകൊണ്ടാണ് നമ്മളെ ശരീരം ടൂളായിട്ട് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയരാനും എത്താനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഷോർട്ടായിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ലായിരിക്കില്ലേ. റീൽസ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ലൈവായിട്ട് വരാം. ഈ ലൈവ് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ. കുറേ മെസ്സേജ് വന്നിട്ടുണ്ടല്ലേ, എനിക്ക് അതിനൊക്കെ റിപ്ലൈ തരാൻ ഞാൻ നോക്കിയിട്ട് ഞാൻ റിപ്ലൈ തരാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജായിട്ട് എനിക്ക് അയച്ചാൽ മതി. എനിക്ക് ടൈമുള്ള സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യും. എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും റിപ്ലൈ കൊടുക്കാത്തത്. എന്നാലും മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഇതിൽ നമുക്ക് കുറുക്കു വഴികളൊന്നുമില്ല. നമ്മളെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുറമെ പോയി ദൈവത്തിനെയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ ആരും നിങ്ങളെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യില്ല. നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് മൈൻഡ് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത് നമ്മൾ കടന്നു വന്ന വഴികൾ എല്ലാം കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ബ്രെയിനിൽ ഇതെല്ലാം ഫീഡായിട്ടുണ്ട് കെട്ടുകളായിട്ട്. അതിനെയൊക്കെ നമ്മൾ റിവയർ ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കുക. അപ്പം നമ്മൾ കാണുന്ന റിയൽ എന്ന് പറയുന്നതിനെ നമ്മൾ അപ്പോഴാണ് ഫേസ് ചെയ്യുക. ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തുക.
അല്ലാതെ നമ്മൾ എല്ലായിടത്തും പോയി നമ്മൾ പൈസയൊന്നും കളയരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. നമ്മൾ നമ്മളിൽ തന്നെ വർക്ക് ചെയ്യുക, അവനവൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുക, അവനവനിൽ ഈ വർക്ക് ചെയ്ത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാം. നോർമലായ പ്രാക്ടീസ് അവെയർ ഓഫ് നമ്മൾ അവെയർനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിൽ വേറെ അങ്ങനെ ഡൗട്ട്സ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇത് സേവായിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ സേവായിട്ട് ഇടാം, അല്ലെങ്കിൽ കേട്ട ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.